ഹൈ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിന്നുള്ളത് ക്ലൗഡ്സ് വില്ലേജിലാണ്. വണ്ണപ്പുറത്ത് തന്നെയുള്ള ഒരു ഫാം റിസോർട്ടിലാണ് ഞാനിന്നുള്ളത്. നിങ്ങളുടെ ന്യൂ ഇയറോ ക്രിസ്മസോ കളറാക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി സ്റ്റേ ഉദ്ദേശിക്കുകയാണ്. അതും ചെറുതോ വലുതോ ആയിട്ടുള്ള ഗ്രൂപ്പായിട്ടുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റേയോ നിങ്ങൾ സേഫായിട്ട് ചിന്തിക്കുന്ന ഒരു ദിവസം വന്ന് വൈകിട്ട് രാത്രി വീട്ടിൽ പോകാൻ വേണ്ടി ചിന്തിക്കുന്നവരാണെങ്കിൽ തികച്ചും ഈ ഒരു അവസരം വിനിയോഗിക്കുക. പെട്ടെന്ന് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കിയാലോ. നമുക്ക് ജിച്ചോട് തന്നെ ചോദിച്ചറിയാം ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഉള്ളത്. അപ്പോൾ ജിച്ചോട് നമുക്ക് ഇവിടെ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രേക്ഷകർ വരികയാണെങ്കിൽ? ഇവിടെ നമ്മളിപ്പോൾ ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതെന്ന് വെച്ചാൽ ഡേ ഔട്ട് എന്നൊരു പ്രോഗ്രാം ഉണ്ട്. അത് രാവിലെ വരുന്ന ഗ്രൂപ്പുകളാണ് വരുന്നത്. ഒന്നെങ്കിൽ ട്രാവലർ അല്ലെങ്കിൽ ബസ്, അങ്ങനെയുള്ള വലിയ ഗ്രൂപ്പുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ അവർക്ക് 2 നേരത്തെ ഫുഡ്, പിന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസും വാട്ടർ സ്പോർട്സ്, വോളിബോൾ, ബാസ്കറ്റ് ബോൾ, ആർച്ചറീസ്, ബാഡ്മിൻ്റൺ, ഇൻഡോർ ഗെയിംസായിട്ട് ക്യാരംസ്, അങ്ങനെയുള്ള കാർഡ്സ്, അങ്ങനെയുള്ള സംവിധാനങ്ങൾ. അത് AC ഹോളാണ്. അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം കൂടിയാണ് നമ്മൾ ഡേ ഔട്ട് എന്ന് പറഞ്ഞൊരു പാക്കേജുണ്ട്. അതുകൂടാതെ നമുക്ക് റൂംസ്, അതായത് വലിയ ഗ്രൂപ്പുകൾ ഒരു 50 പേർക്കുള്ള സ്റ്റേ, അവരുടെ മീറ്റിങ്ങുകൾ, അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം AC ഹോൾ കൊടുക്കാം, AC റൂം കൊടുക്കാം. അങ്ങനെയുള്ള സംവിധാനമുണ്ട്. അപ്പോൾ നമ്മൾ ടൂറിസ്റ്റുകളാണ് കൂടുതലായിട്ടും അതിനകത്ത് വരുന്നത്. പിന്നെ അതുപോലെ മാരേജ് ഫംഗ്ഷനുകൾ, അങ്ങനെയുള്ള ഫംഗ്ഷനുകൾക്ക് വേണ്ടി വരുന്ന സ്റ്റേ ചെയ്യുന്ന സംവിധാനം ഇവിടെയുണ്ട്. ബർത്ത്ഡേ പാർട്ടീസ് ഒക്കെ അവൈലബിൾ ആണോ? ബർത്ത്ഡേ ഇഷ്ടംപോലെ നടക്കുന്നു. ബർത്ത്ഡേ, അതുപോലെ തന്നെ സർവീസ് സംഘടനകളുടെ ക്യാമ്പ്, അങ്ങനെ മീറ്റിംഗ്സ് നടക്കുന്നുണ്ട്. അതുപോലെ ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാലും ചെറിയ പാർട്ടി ആണെങ്കിലും നമുക്കിപ്പോൾ ഒരു 10 പേരുടെ ഗ്രൂപ്പ് ആണെങ്കിലും 20 പേരുടെ ആണെങ്കിലും ഒരു ബസ്സിൽ ഒരു 40 പേരുടെ ആണെങ്കിലും അത് 2 ബസ്സിനുള്ള ആൾക്കാരെ നമുക്ക് സെപ്പറേറ്റഡ് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ഇവിടെ ഉണ്ടെന്നാണ് ഇപ്പോൾ ജിച്ചേട്ടൻ പറയുന്നത്. ശരിയല്ലേ? അതെ. ഇതൊരു ഫാം ഹൗസ് ആണ്. അതായത് തികച്ചും നമ്മൾ നാച്ചുറലായിട്ട് പ്രകൃതി സൗഹൃദമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇവരുടെ ഒരു വീടായിരുന്നു ഇത്. അതിനെ റിനോവേറ്റ് ചെയ്ത് പിന്നെ നമുക്കിവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. അതിനൊക്കെ റിനോവേറ്റ് ചെയ്തൊരു സംവിധാനമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ ഒരു കുളമൊക്കെ ആയിരുന്നു. അതിനെ റിനോവേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു 10 ഏക്കർ സ്ഥലമാണ് ഇതുള്ളത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ എത്ര ഗ്രൂപ്പായിട്ട് ആൾക്കാരാണെങ്കിലും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലത്തെ ഹൈലൈറ്റ്സ്. നമുക്കിപ്പോൾ വരുന്ന ക്രിസ്മസ്, ന്യൂ ഇയർ പരിപാടികൾക്കൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്ത് നിങ്ങളുടെ സ്ലോട്ട്സ് ബുക്ക് ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാർ നമ്മുടെ വണ്ണപ്പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെ പലരും ഞെട്ടിപ്പോകാറുണ്ട്. എറണാകുളത്ത് നിന്നും മൂവാറ്റുപുഴയിൽ നിന്നും അല്ലെങ്കിൽ അങ്ങ് ദൂരെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വരെ കസ്റ്റമേഴ്സ് ഇവിടെ വന്നിട്ട് നമ്മുടെ ഡീലേഴ്സും നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൊളീഗ്സൊക്കെ ഇവിടെ വന്നിട്ട് റൂംസ് എടുക്കാറുണ്ട്. മഞ്ഞക്കുന്ന് ഫാം റിസോർട്ട് അല്ലെങ്കിൽ ക്ലൗഡ്സ് വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് രീതിയിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണെന്ന് എനിക്കറിയാവുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവരെയും ഷെയർ ചെയ്തെത്തിക്കുക. ബുക്കിങ്ങിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരിക്കും. ഇറ്റ്സ് മീ വിപിൻ. ബൈ.